ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ക്രൈം ഫയൽ സീസൺ 2നെ കുറിച്ചിട്ടാണ്. സീസൺ 1 ഒരു അത്യാവശ്യം നല്ലൊരു സീരീസ് ആയിരുന്നു. സീസൺ 2നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല അഭിപ്രായം കിട്ടി ഓടുന്ന ഒരു സീരീസാണ്. സീസൺ 2 ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് നമ്മുടെ കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. ഡയറക്ടർ പഴയ സീസണിൻ്റെ പോലെ തന്നെ അഹമ്മദ് കബീർ, നമ്മുടെ ജൂൺ, മധുരം എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത്. സീസൺ 1നെ കുറിച്ച് എനിക്ക് വലിയ നെഗറ്റീവൊന്നുമില്ല. ഒരു നല്ല കണ്ടിരിക്കാൻ പറ്റിയ, നമുക്ക് വേണ്ടത് ഒരു ഹുക്ക് ചെയ്ത് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന സീരീസാണ്. അത് സീസൺ 1 അങ്ങനെയാണ്. സീസൺ 2 കേൾക്കുമ്പോൾ അത് തന്നെയാണ്. പക്ഷേ സീസൺ 2 ആണെങ്കിൽ എനിക്ക് തോന്നിയ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് പട്ടിപ്പാസത്തെക്കുറിച്ച് നോർമലൈസ് ചെയ്യാം. കണ്ണൂരിൽ ഈ അടുത്ത 2 ദിവസത്തിനുള്ളിൽ 72 പേരാണ് തെരുവ് നായയുടെ കടിയേറ്റ് മരിച്ചതല്ല, ആസ്പത്രിയിലായത്. അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് പട്ടിക്ക് വേണ്ടി ആളെ കൊന്നാലും കുഴപ്പമില്ല എന്നൊരു രീതിയിലാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. അത് ഒരു പ്രോബ്ലമാറ്റിക്കാണ്. പിന്നെ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ CCTV അമിതമായിട്ട് ഫോക്കസ് ചെയ്തു. മീൻസ് നമ്മളിപ്പോൾ ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, അവർ എങ്ങനെ അതിലേക്ക് എത്തി എന്ന് അവരുടെ കഴിവ് കൊണ്ട് കണ്ടുപിടിക്കുന്നത്. മുഴുവൻ സമയം CCTV നോക്കിയിരിക്കുകയാണെങ്കിൽ സാധാ പോലീസ് അന്വേഷിക്കുന്നതും ഇതും തമ്മിൽ ഈ ക്രൈം സീരീസ് കാണുമ്പോൾ എന്ത് ഇൻട്രസ്റ്റിംഗ് ആണുള്ളത്.